ഇന്ന് നമ്മുടെ കയ്യിൽ കിട്ടിയത് ദേ ഈ ഒരു പേപ്പർ പ്ലേറ്റ് ആണ് കേട്ടോ. ഇതിൻ്റെ ബാക്കിൽ പ്രിൻ്റ് കാണാൻ നല്ല രസമുണ്ടായിരുന്നേ. അപ്പോൾ നമുക്ക് ഏതായാലും ഇത് വെച്ചിട്ടൊരു ക്രാഫ്റ്റ് നോക്കാം. സോ ഫസ്റ്റ് തന്നെ ഞാൻ ഇതേപോലെ 2 സർക്കിൾസ് വരച്ചു കൊടുക്കുന്നുണ്ട്. ഒരു വലിയ സർക്കിളും ഒരു കുഞ്ഞു സർക്കിളും. അതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതേപോലെയാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതേപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. ഈ ലൈനിൻ്റെ 2 എൻഡിലായിട്ട് നമുക്ക് 2 പോയിൻറ്റ്സ് ഇട്ട് കൊടുക്കാം. ഈ പോയിൻറ്റ്സിൻ്റെ അവിടെയാണ് നമ്മൾ ഹോൾ ഇടുന്നത്. ഈ ലൈൻ വരക്കുന്നതിനൊന്നും പ്രത്യേകിച്ച് അളവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അതിനുശേഷം ഞാൻ ഇതേപോലെ ഒരു പേപ്പർ കൈ വെച്ച് തന്നെ കീറിയെടുക്കുന്നുണ്ട്. നമുക്ക് ഇതേപോലൊരു റെക്റ്റാങ്കിൾ പീസാണ് വേണ്ടത്. നമ്മൾ ഉണ്ടാക്കിയ ആ ഒരു സർക്കിളിൻ്റെ അകത്ത് ഫിറ്റാവുന്ന രീതിയിൽ വേണം നമ്മൾ പേപ്പർ കീറിയെടുക്കാനായിട്ട്. അതിന് ശേഷം ഞാൻ ഇതേപോലൊരു ത്രെഡ് വെച്ചിട്ട് നമുക്ക് അവിടെ ഒട്ടിച്ചു കൊടുക്കണം. നമ്മുടെ ആ പേപ്പറും ഈ ഒരു സർക്കിളും കൂടെ ജോയിൻ ചെയ്യാനായിട്ടാണ് നമ്മൾ ത്രെഡ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഈ ത്രെഡ് ആക്ച്വലി നമ്മൾ പലചരക്ക് കടയിൽ നിന്നൊക്കെ വല്ല പയർ പരിപ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ അവരൊരു ത്രെഡ് വെച്ചിട്ട് പൊതിഞ്ഞ് തരൂലേ ന്യൂസ് പേപ്പറിൽ. ആ ത്രെഡാണ് കേട്ടോ ഞാനിവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ ആ ത്രെഡ് വെച്ചിട്ട് നമുക്ക് 2 സൈഡിലും ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കണം. നമ്മളിങ്ങനെ ഒട്ടിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഈ പേപ്പർ ആ ഒരു റിങ്ങിൽ ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുന്ന രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതേപോലെ ഒട്ടിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ഇതേപോലെ ഡ്രൈഡ് ആയിട്ടുള്ള ലീവ്സോ ഫ്ലവേഴ്സ് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സാധനം എടുക്കുക. അപ്പോൾ എൻ്റെ കയ്യിലൊരു ഫേണും ഉണ്ടായിരുന്നു, പിന്നെ ഈ ഒരു ലീഫും ഉണ്ടായിരുന്നു. അതിലെനിക്ക് ആക്ച്വലി നല്ലൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നേ. പക്ഷേ ഫേൺ കുറച്ചും കൂടെ വലുതായിരുന്നു, നമ്മുടെ ആ റിങ്ങിനെ കാട്ടി കുറേ കൂടെ വലുതായിരുന്നുകൊണ്ട് ഞാൻ ഈ ഒരു ലീഫാണ് എടുത്തത്. അത് നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ചു കൊടുക്കണം. പിന്നെ ഈ ഒരു പുല്ല് പോലത്തെ സാധനം കണ്ട ഇത് ഈ റോഡിൻ്റെ സൈഡിലൊക്കെ നിൽക്കുന്ന ഒരു സാധനമാണ്. അതും പറിച്ച് ഞാൻ ഇതേപോലെ ഡ്രൈ ചെയ്ത് ഈ ബുക്കിൻ്റെ ഇടയിൽ വെച്ച് ഡ്രൈ ചെയ്യുന്ന സെറ്റപ്പില്ലേ അതേപോലെ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഞാൻ ആ സെയിം ത്രെഡ് വെച്ചിട്ട് തന്നെ നമുക്ക് ഹാങ് ചെയ്യാനുള്ള സെറ്റപ്പും കൂടെ ഉണ്ടാക്കണം. ഞാൻ ആ 2 ഹോൾസിൽ കൂടെ ത്രെഡ് കയറ്റിയെടുത്തിട്ട് അപ്പുറത്തും ഇപ്പുറത്തും ആയിട്ട് ജസ്റ്റ് ഒന്ന് ടൈ ചെയ്ത് കൊടുക്കുക. നമ്മൾ ആ നടുക്ക് വെച്ച പേപ്പർ ഉണ്ടല്ലോ, ആ പേപ്പറിൽ നമുക്ക് എന്തെങ്കിലും കൈൻഡ് ഓഫ് ഇൻസ്പിറേഷണൽ കോട്ട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് എഴുതിയിടാൻ പറ്റും. നമ്മളിവിടെ ആക്ച്വലി എന്താ ഉണ്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിനിമൽ ഈസ്തറ്റിക് ആയിട്ടുള്ളൊരു വാൾ ഡെക്കോറാണ് ഇത്. നമുക്കിനി വാൾസിൽ കൊണ്ടുപോയി ഹാങ് ചെയ്തിടാം. ആൻഡ് ദിസ് ഈസ് ദ ഫൈനൽ ലുക്ക്.